അങ്ങനെ ഗൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. ഇന്ന് എന്തായാലും നേരെ പോകുന്നത് വേറെ പരിപാടികളൊന്നും ഇല്ല. പട്ടീനെ കൊണ്ട് വെളിയിൽ കൊണ്ട് കെട്ടിയിട്ട് നേരെ ഷീറ്റ് അടിക്കാൻ വേണ്ടി മിഷൻ പെരിയയിലോട്ടാണ് പോകുന്നത്. 2 ഷീറ്റേ ഉള്ളൂ. ഇതിന് മുമ്പൊക്കെ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. എന്തായാലും നടന്നതൊന്നുമില്ല. അങ്ങനെ നേരെ 2 ഷീറ്റൊക്കെ എടുത്ത് വെളിയിൽ വെച്ച് നേരെ മിഷൻ പെരിയയിലോട്ട് വിടാൻ വേണ്ടി വിചാരിച്ചു. തലയിൽ വെക്കാൻ വേണ്ടി തോർത്തൊക്കെ മടക്കി കെട്ടി ഒരു രീതിയിലൊക്കെ കൊണ്ടുപോകണം. അപ്പോഴാണ് സൈഡിൽ കൂടെ ആരോ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ അങ്ങോട്ട് നോക്കി കുറച്ച് നേരം ഇന്ന് സംസാരിച്ചിട്ടൊക്കെ നേരെ ഷീറ്റ് അടിക്കാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാ പൊഴിച്ചിലും കൂടെയാണ്. അത് മാത്രമല്ല 2 സൈഡും വെള്ളമാണ്. നമ്മളൊരു ദ്വീപിലാണെന്ന് ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നേരെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ ഷീറ്റും വരെ ഉള്ളത് വേറെ ഓർഡറായിട്ട് വന്നല്ല, നമ്മൾ EDC എന്നൊക്കെ പറയുന്ന അവരൊക്കെ വെച്ച് തന്നത് തന്നെ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഷീറ്റ് അടിക്കുന്ന മെഷീനുള്ള ഒരു സ്ഥലം. ഞാനങ്ങോട്ട് പോയപ്പോൾ മകേഷ് എന്ന പയ്യെ അവിടെ ഷീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിക്കാരനെ വീഡിയോയിലോട്ട് വരാൻ ഭയങ്കര നാണക്കേടാണ്. ഞാൻ നേരെ വിഷയത്തിലോട്ട് ഷീറ്റൊക്കെ എടുത്ത് വെച്ച് അങ്ങോട്ട് ഇരുന്ന് അപ്പോഴാണ് പുള്ളിക്കാരൻ പറഞ്ഞ് എനിക്ക് വീഡിയോ എടുത്ത് തരാമെന്ന്. ഞാൻ പിന്നെ ഒന്നും വിചാരിച്ചില്ല, എടുത്ത് തരട്ടെ, നല്ല രീതിയിൽ കിട്ടുമെന്നൊക്കെ വിചാരിച്ച്. ആദ്യത്തെ ഷീറ്റ് കുഴപ്പമൊന്നുമില്ല, 2ത്തെ ഷീറ്റ് അടിച്ചപ്പോൾ മൊത്തം കൊളോക്കായി. പിന്നെ അവൻ്റെ കുറേ ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോസാണ് കാണുന്നത് തന്നെ. നിങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ലാസ്റ്റ് ഈ ഷീറ്റടി എല്ലാം കഴിഞ്ഞ് അച്ചിലും കൂടെ വെച്ചിട്ട് ഷീറ്റടി എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഈ പ്രാവശ്യം എന്തായാലും നടന്നല്ല പോകുന്നത്. അവൻ ബൈക്കിലാണ് വന്നത്, തിരിച്ച് ഞാൻ ബൈക്കിലാണ് കയറി പോകുന്നത്. പുറകിൽ തലയിൽ വെച്ചുകൊണ്ടാണ് പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, 2 ഷീറ്റുള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതിൽ കൂടുതലായിരുന്നേ പറ്റത്തൊന്നുമില്ലായിരുന്നു. ചെന്ന് കഴിഞ്ഞിട്ട് വേറൊരു പണിയും കൂടെ കിടക്കുകയാണ്. എന്തായാലും പാലെടുക്കണം. കാരണം ബാക്കിയിരുന്ന ഷീറ്റാണ് ഞാനിന്ന് ചെന്ന് അടിച്ചത്. പിന്നെ അത് നേരെ പാലെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ആകെ കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാലും 3 ഷീറ്റ് കിട്ടുന്നുണ്ട്. ആറ്റിൻ്റെ കരയിൽ നിന്നാണ് ആദ്യം എടുത്തുകൊണ്ട് മേളിലോട്ട് വരുന്നത്. പോയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഇല പൊഴിയുന്ന ദിവസം കൂടെ ഒക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ കാറ്റും കാണും, മഴ കാണും. എന്തായാലും വെള്ളം ഫുള്ള് തന്നെ. പാലെടുക്കുന്ന വേണ്ടാണ്. എൻ്റെ കൂട്ടിന് ഒരു പൂച്ചയും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ബക്കറ്റും എടുത്തിട്ട് റബ്ബറിൻ്റെ മുട്ടിൽ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് പാലെടുക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് അറിയുന്ന പണിയും അറിയാത്ത പണിയും കൂടെ ചേർന്നതാണ്. എന്നാലും കുറേ നാൾക്ക് ശേഷമൊക്കെയാണ് ഇങ്ങനെ എടുക്കുന്നതന്നെ. എന്തായാലും ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നിയൊന്നുമില്ല. ഈ ക്യാമറയും ബക്കറ്റും കൂടെ പിടിച്ചുകൊണ്ട് കിടക്കുന്നത് മാത്രമേ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് ഓക്കെയാണ്. അങ്ങനെ പാലെല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നേരെ ഇനി ഷീറ്റ് ഒന്ന് ഒഴിച്ച് വയ്ക്കണം. ഇത് കാണാത്തവർക്ക് വേണ്ടി മാത്രമാണ് കാണിക്കുന്നത് തന്നെ. നമ്മൾ പാലെല്ലാം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ട് പാലരിച്ച് കഴിഞ്ഞിട്ട് ഡിഷിൽ ഒഴിച്ചിട്ട് പിന്നെ ആസറ്റും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. വെള്ളമെല്ലാം ചേർത്ത് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം എന്തായാലും 2 ഷീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നല്ല ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് പാല് നല്ല ഉറഞ്ഞു പോയിരുന്നു കുറച്ചൊക്കെ. ഏകദേശം ഒരു 2 മിനിറ്റെങ്കിലും ഇളക്കി കൊടുത്താൽ നല്ല അത്യാവശ്യ രീതിയിൽ പാലൊക്കെ നല്ല കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ. ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ബക്കറ്റും കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി എന്തായാലും ഞാൻ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. ബൈ ഗൈസ്.